എത്രത്തോളം വിശ്വസ്തനായി നമ്മോട് കൂടെയുള്ള ആ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ പറയാൻ പറ്റുമോ? അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ എന്നെ പോറ്റേ പുലർത്തേ ദൈവം മതി. പാടുവാൻ കഴിയുമോ? പൈതൽ പ്രായം മുതൽ എന്നെ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പിതാവില്ലാത്തോർക്കു നല്ലോരു താരൻ പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാണം. പിതാവില്ലാത്തോർക്കു നല്ലോരു താരൻ പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാണം. വിധവയ്ക്ക് കാന്തനും എല്ലാവർക്കും എല്ലാം കർത്താവത്രേ. പാടുവാൻ കഴിയുമോ ആ വാക്കുകൾ? വിധവയ്ക്ക് കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാം കർത്താവ്. ആ കരങ്ങളെ മാറോട് ചേർത്തുകൊണ്ട് പറയുമോ? എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പാടുവാൻ കഴിയുമോ ആ വരികൾ? എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പറയുമ്പോൾ പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. നിങ്ങളിങ്ങനെ നോക്കുന്നുണ്ടാവും, ഒരു മൈക്ക് കിട്ടിയ സന്തോഷത്തിൽ ആ ചെറുക്കൻ എന്തൊക്കെ വിളിച്ചു പറയുന്നു. നെവർ, ഒരിക്കലുമല്ല. ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെ എന്നെ നടത്തുന്നതും എന്നെ പരിപാലിച്ചതും എന്നെ സൂക്ഷിക്കുന്നതുമെല്ലാം എൻ്റെ കർത്താവായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വലിയ സ്വത്തൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ തന്നത് കർത്താവായ യേശുവിനെ മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമാണ് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടേക്ക് നോക്കിയാൽ മതി. അവൻ നിൻ്റെ എല്ലാം വ്യാകുലവും മാറ്റും, എല്ലാം ഭാരങ്ങളും അവനെടുത്ത് മാറ്റും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ആരും സഹായമില്ലാതെ നിങ്ങളായിരുന്നാലും നിങ്ങളെ കൈവിടാത്തവനായി യേശു ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ കല്യാണശാലയിലേക്ക് കൂട്ടിവരുത്തി വിശേഷമായ വിവാഹ വസ്ത്രം നിന്നെ ധരിപ്പിച്ച് നിന്റെ അകത്ത് എന്നേക്കുമായി സന്തോഷത്തെ പരമാനന്ദത്തെ നൽകുവാൻ കൊതിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ആ സന്തോഷത്തോടെ പറയുമോ? അവൻ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്ന ആരും സഹായമില്ലെല്ലാവരും
കഴിയുമോ? എന്നാ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞ്. അന്നേരം തുറന്നൊന്ന് പാടിക്കേ. ആമേൻ. എന്നാ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നീലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അതരങ്ങളെ തുറന്ന് പാടുമോ? എൻ്റെ അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവ്. അത് പറയുവാൻ കഴിയുമോ നിങ്ങൾക്ക്? അപ്പനും ആ കണ്ണുകളെ അടച്ച സ്നേഹത്തോടൊന്ന് പറഞ്ഞേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ എൻ്റെ ദൈവം, എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തിരിക്കേണ്ട കരമൊന്ന് കോർത്ത് പിടിച്ച്, കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്, കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്. ഇന്ന് എപ്പോഴും ദൈവത്തിന്, കർത്താവിന് ഒരു ആഗ്രഹം നമ്മെക്കുറിച്ചുണ്ട്. കർത്താവിൻ്റെ ആഗ്രഹം നാം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുവാനല്ല. ഹല്ലേലൂയ. പലതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അതിനുവേണ്ടി തള്ളി നിൽക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനെല്ലാം മറന്ന്, അതിനെല്ലാം പുറകിലേക്ക് തള്ളി ക്രിസ്തുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ക്രിസ്തുവാകുന്ന തലയോളം ഉയർന്നു വരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അതിനകത്തേക്ക്? ആമേൻ. അങ്ങനെയുള്ളവർ ഒന്ന് ആ സ്നേഹത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്നുകൊണ്ട്, യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട്, അവൻ നമുക്ക് നേടിത്തന്ന അവകാശത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട്, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ കല്യാണശാലയിൽ എന്നെ വിളിച്ച് എൻ്റെ സന്താപം എല്ലാം നീക്കുന്ന ഒരു യേശു എനിക്കുണ്ട്. എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നത്? നിങ്ങളുടെ ചിരിച്ച മുഖം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിന് മുമ്പാകെ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് ശ്രദ്ധിക്കുന്നത് അതാ. എൻ്റെ മകൻ, എൻ്റെ മകൾ, അവൻ്റെ സന്തോഷം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് ആമേൻ. കല്യാണശാലയിൽ എന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിടും നാൾ. ഒന്ന് പാടുമോ? കല്യാണശാലയിൽ എന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിടും നാൾ. ശീഘ്രം വരുന്നേ, ശീഘ്രം വരുന്നെൻ്റെ കാന്തൻ വരുന്നെൻ്റെ ഉല്ലാസമായി ബഹു. ആ വാക്കുകളെ വിശ്വാസത്തോടൊന്ന് പറഞ്ഞാൽ ആമേൻ. ശീഘ്രം വരുന്നെൻ്റെ കാന്തൻ വരുന്നെൻ്റെ ഉല്ലാസമായി ബഹുകാലം വരാ. എൻ്റെ ദൈവം സ്വർഗ
വിശ്വാസത്തോടെ ആദരങ്ങളെ ചലിപ്പിച്ച് എന്റെ പാടുവാൻ വരുമോ? ലോകം വേടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ കാത്തിടുന്നു. ലോകം വേടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ കാത്തിടുന്നു. അന്യൻ പരദേശി എന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും അധികാരത്തോടെന്ന് പറഞ്ഞേ, ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞേ ആമേൻ. അന്യൻ പരദേശി എന്നെന്റെ മേലെഴുത്തെന്നാൽ